ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ്. നല്ല സോഫ്റ്റും പഫി ആയിട്ടുള്ള പൂരി എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് അതിന് ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മൈദയാണ്. ഒത്തിരി കൂടുതലൊന്നും വേണ്ട കേട്ടോ, 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ പൊടി അവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആ വെള്ളത്തിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ഒത്തിരി കൂടരുത്, 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് അലിയിച്ചെടുക്കണം. അങ്ങനെ പഞ്ചസാരയും ഉപ്പും നന്നായി അലിയിച്ചെടുത്തിട്ടുള്ള ആ 1/2 കപ്പ് വെള്ളം കുറേശ്ശെയായി പൊടിയിലേക്ക് ഒഴിച്ച് നമുക്ക് മാവ് നല്ല സോഫ്റ്റായി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ മാവ്. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു മൂടി വെച്ച് അടച്ച് 20 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ മാവ് ആദ്യത്തേക്കാളും നന്നായി സോഫ്റ്റായി വന്നു. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടുള്ള മാവായി കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യിൽ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് കുട്ടി ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കുഞ്ഞു പൂരികളാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി വലിയ പൂരിയൊക്കെ ആകുമ്പോൾ അത് വറുക്കുന്ന സമയത്ത് ഒത്തിരി എണ്ണ ആവശ്യമായി വരും. അതുകൊണ്ട് കുട്ടി പൂരികളാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുഞ്ഞു ബോൾസാക്കി എടുക്കുക. അതിനുശേഷം കുറച്ച് പൊടി തൂവിയിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഒത്തിരി വലിയ വട്ടത്തിലൊന്നും പരത്തേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ ഒത്തിരി തിന്നാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. ഒത്തിരി തിന്നാവാനും ഒത്തിരി കട്ടി കൂടാനും പാടില്ല. അങ്ങനെ നമുക്ക് ഈ പൂരി ഇതുപോലെ ഇങ്ങനെ കുട്ടി വട്ടത്തിൽ പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ പൂരിയൊക്കെ വറുക്കാനായി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടുള്ള സമയത്ത് വേണം നമ്മൾ പൂരി അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പതിയെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കയ്യിൽ വെച്ച് നല്ല ചൂടുള്ള എണ്ണ അതിന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ പൂരി നല്ല പഫി ആയിട്ട് വരും. കണ്ടില്ലേ, നല്ല അടിപൊളി പൂരി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ പൂരി മസാലയാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.